بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتل عليهم نبأ ابني آدم بالحق إذ قربا قربانا فتقبل من أحدهما ولم يتقبل من الآخر قال لأقتلنك قال إنما يتقبل الله من المتقين. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനെയും അതിൻ്റെ ലക്ഷ്യത്തെയും ഒക്കെയാണ് നമ്മൾ സംസാരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. റമദാൻ നമ്മുടെ ഏറ്റവും അടുത്തെത്തിയിരിക്കുകയാണ്. കർമ്മങ്ങൾ പൊതുവിലും നോമ്പ് സവിശേഷമായും നമ്മിൽ നിന്ന് സ്വീകരിക്കപ്പെടേണ്ടുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ളൊരു അന്വേഷണമാണ് ഈ ആഴ്ച നമ്മൾ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. പരലോകത്തെ ഏറ്റവും നഷ്ടക്കാരായി വരുന്ന ആളുകളിൽ ചില ആളുകൾ അമലുകൾ ചെയ്യാതെ പോയവരല്ല, ചെയ്ത അമലുകൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാകാതെ പോയ ആളുകളാണ്. ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറ കഹഫിലെ അവസാന ഭാഗത്ത് അത്തരം ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പരാമർശിക്കുന്നുണ്ട്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, അമലുകൾ സ്വീകാര്യമാകാതെ നഷ്ടക്കാരായി പോയ ആളുകളെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ, തങ്ങൾ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ധാരാളം അമലുകളുമായി വന്ന ആളുകളാണിവർ. പക്ഷേ ആ അമലുകൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമായില്ല എന്നതാണ്. അപ്പോൾ നമ്മുടെ അമലുകൾ, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, ഇബാദത്തുകൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. വിളവുകൾക്ക് നമ്മൾ സംരക്ഷണമൊരുക്കാറുണ്ട്. മറ്റു ജീവികൾ തിന്നാതെയും മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോകാതിരിക്കാനുമൊക്കെ സംരക്ഷണമൊരുക്കുന്നത് പോലെ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വീകാര്യമാകുന്നതിന് ചില മുന്നൊരുക്കങ്ങൾ ആവശ്യമുണ്ട്. ആമുഖമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനം ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറ മാഇദയിലെ 27-ാമത്തെ വചനമാണ്. ആ ആയത്തിലൂടെ അല്ലാഹു ഒരു സംഭവത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വത്ലു അലൈഹിം നബഅ ഇബ്നൈ ആദം, ആദമിൻ്റെ 2 മക്കളുടെ ചരിത്രം നീ അവർക്ക് പറഞ്ഞു കേൾപ്പിക്കുക. അല്ലാഹു പ്രവാചകനോട് പറയുകയാണ്, ആദം അലൈഹിസ്സലാമിൻ്റെ 2 മക്കളെ സംബന്ധിച്ചുള്ള വൃത്താന്തം നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ബിൽ ഹഖി, യാഥാർത്ഥ്യപൂർണമായി കൊണ്ട്. പലപ്പോഴും കഴിഞ്ഞ കാല സംഭവങ്ങൾ പറയുമ്പോൾ അത് കേട്ടുകേൾവിയുടെയും ഊഹത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായി പോവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു തരുന്ന സംഭവം അത്തരം ഏതെങ്കിലും കേട്ടുകേൾവിയോ ഊഹമോ അല്ല, ഇത് യാഥാർത്ഥ്യമാണ്. കാരണം പറയുന്നവൻ അള്ളാഹുവാണ്. നമുക്കത് എത്തിച്ചു തരുന്നവനാകട്ടെ ഒരിക്കലും കളവ് പറയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് നീ അവർക്കിത് സത്യസന്ധമായി തന്നെ പറഞ്ഞു കൊടുക്കുക. ഇത് ഖറബ ഖുർബാനൻ, അവർ 2 പേരും ബലിയർപ്പിച്ച സന്ദർഭം. ഫതുഖുബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ, അതിൽ നിന്ന് ഒരാളുടെ ബലി സ്വീകരിക്കുകയും
അവരൻ്റേത് സ്വീകരിക്കപ്പെടാതെ മാറ്റിവെക്കുകയും തള്ളിക്കളയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വീകരിക്കാത്ത ആൾ പറഞ്ഞില്ല, അക്തുലന്നക്ക, ഞാൻ നിന്നെ വധിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം സ്വീകരിക്കപ്പെട്ട മാന്യനായ വ്യക്തി പറഞ്ഞത്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവരിൽ നിന്നാണ് അള്ളാഹു അമലുകൾ സ്വീകരിക്കുക. ധർമ്മനിഷ്ഠ പാലിക്കുന്നവരിൽ നിന്നാണ് അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുക. ഒരു ചരിത്ര സംഭവത്തെ അള്ളാഹു അനാവരണം ചെയ്യുകയാണ് ഈ വചനത്തിലൂടെ. അതിലൂടെ നമ്മുടെ മുമ്പിലേക്ക് അള്ളാഹു ഇട്ടുതരുന്ന വലിയൊരു ആശയം എന്ന് പറയുന്നത്, ഏതൊരു സൽക്കർമ്മവും സ്വീകരിക്കപ്പെടണമെങ്കിൽ തീർച്ചയായും ധർമ്മനിഷ്ഠ, സൂക്ഷ്മത അനിവാര്യമാണ് എന്നതാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണാം നമുക്ക്, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അള്ളാഹു പരിശുദ്ധനാണ്, ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, പരിശുദ്ധിയില്ലാത്ത ഒന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല. വേദക്കാരോടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയായിക്കൊണ്ട് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഖുർആനിലെ തന്നെ മുമ്പ് വേദങ്ങളിൽ അവതരിക്കപ്പെട്ട ആശയം ഖുർആൻ വീണ്ടും ഉദ്ധരിക്കുകയാണ്. 98-ാമത്തെ അധ്യായം സൂറ ബയ്യിനയിലെ 5-ാമത്തെ വചനം, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്ന്. മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അല്ലാഹുവിനാക്കിക്കൊണ്ട് നിഷ്കളങ്കമായി പടച്ചവനെ അല്ലാതെ ആരാധിക്കരുത് എന്ന് അല്ലാതെ അവരോട് കൽപ്പിച്ചിട്ടില്ല. അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് മാത്രം പറയാതെ ആ ആരാധന എങ്ങനെയാകണമെന്ന് പറയണം. അവിടെ കീഴ്വണക്കം അല്ലാഹുവിനെ മാത്രമാക്കണം, നിഷ്കളങ്കമായിട്ടായിരിക്കണം ആരാധിക്കേണ്ടത്. ഖുർആനിലെ അനേക വചനങ്ങൾ ഈ കാര്യത്തിലേക്ക് നമുക്ക് എടുത്തുദ്ധരിക്കാൻ കഴിയും. 39-ാമത്തെ അധ്യായം സൂറ സുമറിലെ 4-ാമത്തെ വചനം, ഖുലില്ലാ അഅ്ബുദു മുഖ്ലിസീൻ ലഹുദ്ദീൻ, പറയുക പ്രവാചകരെ, അല്ലാഹുവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്, എൻ്റെ കീഴ്വണക്കം അവനെ നിഷ്കളങ്കമാക്കിക്കൊണ്ടായിരിക്കും ഞാൻ അവനെ ആരാധിക്കുക. യാതൊരു കളങ്കവുമില്ലാതെ, ഒരു കാപട്യവുമില്ലാതെ, ഒരു നാട്യവുമില്ലാതെ നിഷ്കളങ്കമായിക്കൊണ്ടായിരിക്കണം അമലുകൾ ചെയ്യേണ്ടത് എന്നതാണ് ഈ വചനങ്ങളൊക്കെയും നമ്മോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ നിഷ്കളങ്കതയ്ക്ക് കോട്ടം നൽകുന്ന, സൂക്ഷ്മതയ്ക്ക് ഭംഗം വരുത്തുന്ന 3 കാര്യങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് കണ്ടെത്താവുന്നതാണ്. അതിലൊന്ന് ലോകമാന്യതയാണ്. ആളുകളുടെ അംഗീകാരത്തിന് വേണ്ടി നമ്മൾ അമലുകൾ ചെയ്യുക എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖാഫു അലാ ഉമ്മത്തി, എൻ്റെ സമുദായത്തിൻ്റെ പേരെ ഞാൻ ഏറ്റവും കൂടുതലായി ഭയപ്പെടുന്നത് അശ്ശിർക്കുൽ ഖഫീ, ഗോപ്യമായ ശിർക്കിനെയാണ്, ചെറിയ ശിർക്കിനെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റിയാഇനെ, ലോകമാന്യതയെ പ്രവാചകൻ വിശദീകരിച്ചത് അങ്ങനെയാണ്. ആളുകളുടെ അംഗീകാരത്തിന് വേണ്ടി മനുഷ്യർ എന്ത് കരുതും എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നത് കർമ്മങ്ങൾ, അത് അല്ലാഹുവിങ്കൽ സ്വീകാര്യമല്ല എന്ന് മാത്രമല്ല, അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന അത്രയും പാതകത്തോടാണ് അല്ലാഹു അതിനെ എടുത്തുദ്ധരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഷ്കളങ്കതയ്ക്ക് ഭംഗം വരുന്ന ലോകമാന്യതയിൽ നിന്ന് നമ്മുടെ കർമ്മങ്ങൾ മുക്തമാകേണ്ടതുണ്ട്. രണ്ടാമത്, നിഷ്കളങ്കതയ്ക്ക് ഭംഗം വരുന്നൊരു പ്രശ്നം പ്രശസ്തിയാണ്. ഞാൻ കൊള്ളാവുന്ന ആളാണ് എന്ന് നിങ്ങൾ എന്നെപ്പറ്റി പറയണം എന്ന് ഞാനിങ്ങനെ ആഗ്രഹിക്കുക. അത് ഓരോ വ്യക്തിയുടെയും മനസ്സിലുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. ആളുകൾ നമ്മെ സംബന്ധിച്ച് നല്ലത് പറയട്ടെ, വിചാരിക്കട്ടെ. പക്ഷെ അതിനു വേണ്ടി അമലുകൾ ചെയ്യുക. ഒരാൾ നമസ്കരിക്കാൻ നിൽക്കുന്നു, ആ നമസ്കാരത്തിൽ തന്നെ മറ്റൊരാൾ പിന്തുടരുന്നു എന്നറിയുമ്പോൾ ആ നമസ്കാരത്തിൻ്റെ ചേലും കോലവും ഒക്കെ മാറിപ്പോകുന്നു. ഒരാൾ ദാനധർമ്മം ചെയ്യുന്നു, ദാനധർമ്മം ചെയ്യാൻ അയാൾ ഉദ്ദേശിക്കുന്നു. പക്ഷേ എൻ്റെ ദാനധർമ്മം
നാലാളുകൾ അറിയട്ടെ എന്ന് വിചാരിക്കുക. ഈ ആളുകളുടെ അംഗീകാരത്തിനും ആളുകളുടെ പ്രശസ്തിക്കും ഒക്കെ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ നിഷ്കളങ്കമായ നമ്മുടെ കർമ്മങ്ങളിലേക്ക് എത്തുകയില്ല എന്നതാണ് പറഞ്ഞു വരുന്നത്. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 271-ാമത്തെ വചനം, ദാനധർമ്മങ്ങൾ പരസ്യമായി ചെയ്യുന്നതിന് ഇസ്ലാം വെറുക്കുന്നില്ല. എന്നാൽ വഇൻ തുഖ്ഫൂഹ വതുഖ്തുഹൽ ഫുഖറാ ഖൈറുൽ ലക്കും, നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ രഹസ്യമായി ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമമായിട്ടുള്ളത്. ആളുകൾ ഒരു പരസ്യമായ സംഗതിയിൽ അത് ചെയ്യുന്നതിനെ വിരോധിക്കാത്ത മതം, കൂടുതൽ ഉത്തമമെന്ന് പറഞ്ഞത് രഹസ്യമായി ചെയ്യലാണ്. 7 വിഭാഗം ആളുകൾക്ക് പരലോകത്ത് പ്രത്യേകമായ അർശിൻ്റെ തണൽ ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു വിഭാഗത്തെ പറ്റി പറഞ്ഞു, അവരുടെ വലത് കൈകൾ ചെയ്യുന്നത് ഇടത് കൈകൾ അറിയുന്നില്ല എന്നതാണ്. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ ദാനം ചെയ്യുന്ന ആളുകൾ, അത്തരം ആളുകൾ യാതൊരു പ്രശസ്തിയും ആഗ്രഹിക്കാത്തവരാണ്. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എൻ്റെ ഈ കർമ്മം നിഷ്കളങ്കമായി തന്നെ ചെല്ലണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള കർമ്മങ്ങളായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 3-ാമതായി അവിടെ വരുന്നത് ദുനിയാവിലെ ഉപകാരങ്ങൾ. ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ദുനിയാവിൽ എന്തെങ്കിലും കിട്ടണം എന്നൊരാഗ്രഹത്തെ മുൻനിർത്തിയാണ് ഒരാൾ ചെയ്യുന്നത് എങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ നോമ്പ് വരാനിരിക്കുകയാണ്, ഞാൻ ആദ്യമേ തന്നെ ഒരു ഷുഗർ പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ എൻ്റെ ഷുഗർ എനിക്ക് കൺട്രോൾഡ് അല്ല, എൻ്റെ പ്രഷറും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എന്നാൽ റമദാനിൽ അതൊക്കെ വളരെ ഭംഗിയായി നിയന്ത്രിക്കാൻ പറ്റും എങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ. ഒരാളുടെ ശാരീരികമായ സുഖത്തിന് വേണ്ടി നോമ്പെടുക്കും. അത്തരമൊരു നോമ്പും കർമ്മവും നിഷ്കളങ്കമായി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തുന്ന 916 നമ്മൾ പറയുന്ന ആ പവന്മാറ്റുള്ള ആ ഗണത്തിലേക്ക് വരികയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി നമുക്കറിയാവുന്നതാണ് സുപരിചിതമായ ഹദീസ് വചനം. ഹിജറക്കൊരുങ്ങുന്ന അനുജനെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, വമൻ കാനത് ഹിജറത്തഹു ലിദുനിയ യുസീബുഹാ, ആരുടെയെങ്കിലും ഹിജറ ദുനിയാവിനും അതിൻ്റെ ഏതെങ്കിലും വസ്തുവകൾക്കും വേണ്ടിയാണ് എങ്കിൽ, ഔ ഇമ്രഅത്തുൻ യൻകിഹുഹ, അതല്ലെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് എങ്കിൽ, ഫഹിജറത്തഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ എന്തിലേക്കാണോ ഹിജറ പോയത് അതിലേക്കായിരിക്കും ആ ഹിജറ. ആ ഹിജറ അള്ളാഹുവിലേക്ക് എത്തുകയില്ല എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന സൂചന എന്ന് പറയുന്നത്. അതുകൊണ്ട് നിഷ്കളങ്കമായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആ നിഷ്കളങ്കതയ്ക്ക് ഭംഗം വരുന്ന 3 ദുശ്ശീലങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 2-ാമതായി, ഏതൊരു കർമ്മവും അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകുന്നത് പ്രവാചകൻ്റെ അധ്യാപനങ്ങൾക്കനുസരിച്ചാണ്. അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറയുന്നിടത്ത് തന്നെ അള്ളാഹുവിൻ്റെ ദൂതനെയും അനുസരിക്കാനുള്ള കൽപ്പനകൾ ഖുർആനിൽ നമുക്ക് കാണാം. അത്തിയുല്ലാഹ വ റസൂൽ, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. റസൂലിനെ അനുസരിക്കണം എന്ന് പറയുമ്പോൾ പ്രവാചകൻ്റെ ചര്യയെ നിങ്ങൾ അനുധാവനം ചെയ്യണം എന്നതാണ്. നമ്മൾ അള്ളാഹിനെ അനുസരിക്കുകയുള്ളൂ, കിതാബിലുള്ള നമ്മൾ ചെയ്യും. പ്രവാചകൻ പ്രത്യേകമായി പറഞ്ഞ് ചെയ്യാൻ വലിയ താല്പര്യമില്ല എന്നാണ് എങ്കിൽ അത് അള്ളാഹുവിനെയും ധിക്കരിക്കുന്നതിന് തുല്യമാണ്. ഈ 2 അനുസരണവും കൂടുമ്പോഴാണ് നമ്മിൽ നിന്ന് ആ കർമ്മം സ്വീകരിക്കപ്പെടുക. ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറ ഇസ്രായിലെ 19-ാമത്തെ വചനം നമുക്കിങ്ങനെ വായിക്കാം. വമൻ അറാദൽ ആഖിറ, ആരാണോ പരലോകത്തെ ഉദ്ദേശിക്കുന്നത്, വസഅലഹ സഅയഹ, എന്നിട്ട് അതിൻ്റേതായ കർമ്മം അനുഷ്ഠിക്കുകയും ചെയ്തുവോ, വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട് അങ്ങനെ ആര് പരലോകത്തെ ഉദ്ദേശിക്കുകയും അതിൻ്റേതായ പരിശ്രമം നടത്തുകയും ചെയ്തുവോ, ഫഉലൈക കാന സഅയുഹും മഷ്കൂറ, അത്തരം ആളുകളുടെ കർമ്മങ്ങളാണ് പ്രതിഫലാർഹമായി തീരുക. അള്ളാഹു പറയണം. അപ്പം ഇവിടെ കർമ്മങ്ങളെ പൊതുവായി പറയാതെ പ്രത്യേകമായി പറഞ്ഞു വസഅലഹ സഅയഹ, അതിൻ്റേതായ കർമ്മം എന്ന് പ്രത്യേകം പറഞ്ഞു. ഈ അതിൻ്റേതായ കർമ്മം ആരാണ് നമുക്ക് പറഞ്ഞു തരിക?
അതാണ് പ്രവാചക ചര്യകളിലൂടെ, പ്രവാചകത്തെ സുന്നത്തുകളിലൂടെ നമ്മൾ വ്യക്തമാകുന്നത്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം സഅദി രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ത്വലബ ദാലിക മിൻ ത്വരീഖത്തു വഹുവ മുതാബിഅത്തു റസൂൽ. പ്രവാചകനെ പിന്തുടർന്ന് പ്രവാചകൻ്റെ പാതയിലൂടെ അവർ ആ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ്റെ പാത പിന്തുടരാതെ നമ്മൾ നമ്മുടെ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച്, നാട്ടുമാമൂലുകൾ അനുസരിച്ച്, നാട്ടിലെ സമ്പ്രദായങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ഏതെങ്കിലും ചെയ്യുന്നത് എങ്കിൽ ആ ചെയ്യുന്ന കർമ്മം അല്ലാഹുവിങ്കൽ സ്വീകാര്യമല്ല. അപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞത് നിഷ്കളങ്കമായിരിക്കണം എന്ന് പറഞ്ഞതോടുകൂടി രണ്ടാമത്തെ കാര്യം പ്രവാചക ചര്യകൾക്ക് അനുസൃതമായിരിക്കണം നമ്മുടെ ഓരോ കർമ്മങ്ങളും എന്നതാണ്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം ബന്ധങ്ങൾ ഊഷ്മളമാക്കുക എന്നതാണ്. ഏറെ പരിഗണിക്കേണ്ട ഒരു വിഷയമാണത്. അള്ളാഹുമായുള്ള ബന്ധമാണ് ആരാധനയിലൂടെ നമ്മൾ നന്നാക്കുന്നത് എങ്കിൽ ആ ആരാധന സ്വീകരിക്കണമെങ്കിൽ എന്തു വേണം? മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളും നന്നാകേണ്ടിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധമാണ്. പിന്നീട് തൊട്ടടുത്തുള്ള ബന്ധമുള്ള ബന്ധുക്കാരായിട്ടുള്ള സ്നേഹജനങ്ങളുമായിട്ട്, കുടുംബക്കാരുമായിട്ടുള്ള ബന്ധങ്ങളാണ് നന്നാകേണ്ടത്. മൊത്തത്തിൽ മനുഷ്യരും എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങൾ നന്നാവേണ്ടിയിരിക്കുന്നു. ഖുർആനിലെ 107-ാമത്തെ അധ്യായം നമുക്ക് സുപരിചിതമാണ്. അധ്യായത്തിൻ്റെ പേര് തന്നെ മാഊൻ എന്നാണ്, പരോപകാര വസ്തു എന്നാണ് ആ വാക്കിനർത്ഥം. പരോപകാര വസ്തുവിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. നമസ്കാരം കൊണ്ട് നാശമുണ്ടാകുന്ന ആളുകളെ സംബന്ധിച്ച് പറയുന്നിടത്ത് മൂന്നാമതായി പറഞ്ഞത് വയംനഊനൽ മാഊൻ, അവർ പരോപകാരങ്ങളെ തടയുന്നവരാണ്. എൻ്റെ നമസ്കാരം സ്വീകാര്യമാകാതിരിക്കാൻ പരോപകാരപരമായിട്ടുള്ള ഏതെങ്കിലും ചെറിയ വസ്തുക്കൾ, ഒരു സൂചിയും നൂലോ, അതല്ലെങ്കിൽ ഒരു ബക്കറ്റോ, ഒരു വാക്കത്തിയോ, അതല്ലെങ്കിൽ ഒരു മൺവെട്ടിയോ, ഒരു കത്തിയോ ഒരാൾ ചോദിച്ചു വരുമ്പോൾ അത് കൊടുക്കാതിരിക്കുക. ആ സംഗതി മതിയാകും ഒരാളുടെ നമസ്കാരം അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകാതിരിക്കാൻ. അപ്പോൾ എത്ര ഗൗരവം ആ വിഷയത്തിലുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അത് മതി സ്വീകാര്യമാകാതിരിക്കാൻ എന്ന് വരുമ്പോൾ വളരെ ഗൗരവമാണ് ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. സാധാരണ ഹജ്ജിന് പോകുമ്പോൾ നമ്മളെല്ലാവരെ കൊണ്ടും പൊരുത്തപ്പെടിക്കാറുണ്ട്. എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടും. ചിലർ പണത്തിൻ്റെ പത്രാസൊക്കെ കാണിക്കാൻ പത്രത്തിൽ തന്നെ പരസ്യം കൊടുക്കുകയാണ്. ലോകത്തുള്ള എല്ലാവരും അറിയട്ടെ ഞാനിങ്ങനെ ഹജ്ജിന് പോവാണ്, അതുകൊണ്ട് എന്തെങ്കിലും കുറവുകളും പോരായ്മകളും ഉണ്ട് എങ്കിൽ പുറത്തു തരണമെന്നാണ് പറയുക. നമസ്കരിക്കാൻ വന്നപ്പോൾ നമ്മൾ എത്ര ആൾക്കാരോട് ചോദിച്ചെങ്ങനെ പൊരുത്തപ്പെട്ട് തരണം നമ്മൾ പറഞ്ഞോ? റമദാൻ നാളെ ആരംഭിക്കുകയാണ്. എത്ര ആളുകളോട് നമ്മൾ പറഞ്ഞു നമ്മളിങ്ങനെ പൊരുത്തപ്പെട്ട് തന്നെ എന്നുള്ളത്? പക്ഷെ വളരെ ഗൗരവമുള്ളതാണ്. മറ്റത് 6-7 ലക്ഷമൊക്കെ മുടക്കി ചെലവഴിക്കുമ്പോൾ ആ കർമ്മം സ്വീകാര്യമല്ലെങ്കിൽ അത്രയും പണം കൂടി പോകുമല്ലോ എന്നുകൊണ്ടായിരിക്കാം ആളുകൾ അതിനോടൊരു പ്രത്യേക പ്രാധാന്യം കൽപ്പിക്കുന്നത്. എന്നാൽ മതപരമായ അന്വേഷണത്തിൽ ഏതൊരു കർമ്മം സ്വീകരിക്കപ്പെടുന്നതിൽ പ്രധാനമാണ് ഈ ബന്ധങ്ങൾ നന്നാകേണ്ടത്. നോക്കൂ നിങ്ങൾ, അറൈത്തല്ലതി യുക്തിബു ബിദ്ദീൻ, അതേ അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ്. മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടുവോ എന്ന് ചോദിച്ചതിന് ശേഷം അല്ല പറയുന്നത് അനാഥയെ തള്ളിക്കളയുന്നവനെയും പാവപ്പെട്ടവൻ്റെ മിസ്കീൻ, സാധുവിൻ്റെ ഭക്ഷണ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നവനെയുമാണ്. അപ്പോൾ എത്രമേൽ ഊഷ്മളമായിരിക്കണം ഈ ബന്ധമെന്ന് പറയുന്നത്. നമ്മളും നമ്മുടെ അള്ളയും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. മാലോകരായിട്ടൊരു ബന്ധമില്ല, കുടുംബക്കാരായിട്ടും ബന്ധമില്ല, മാതാപിതാക്കളായിട്ടും ബന്ധമില്ല എന്നൊരു അവസ്ഥയിലാണ് നമ്മുടെ ഇബാദത്തെങ്കിൽ ആ ഇബാദത്ത് തിരസ്കരിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അത് ശിരസിൻ്റെ ഒരു ചാണിനപ്പുറത്തേക്ക് ഉയരുകയില്ല എന്നാണ് പറയുന്നത്. അത്രയും ഗൗരവം ആ വിഷയത്തിലുണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഇമാം മുസ്നദ് അഹ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇപ്രകാരം നമുക്ക് വായിക്കാം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, ഇന്ന അഅമാലി ബനു ആദമ തുഅറദു അലല്ലാഹി തബാറക വ തആല,
അനുഗ്രഹീതനും ഉന്നതനുമായ രക്ഷിതാവിൻ്റെ അടുക്കലേക്ക് ആദമിൻ്റെ മക്കളുടെ പ്രവർത്തനങ്ങളൊക്കെയും അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. അഷിയത്തിൻ കൊല്ലു ലൈലത്തിൻ ജുമയുടെ തലേന്ന് രാത്രിയിൽ എന്ന് വെച്ചാൽ വ്യാഴാഴ്ച രാവുകളിൽ ഓരോ മനുഷ്യൻ്റെയും കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. കുടുംബബന്ധം വിച്ഛേദിച്ചു കളഞ്ഞവൻ്റെ അമലുകൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവുകയില്ല എന്നാണ് പറഞ്ഞത്. ആലോചിച്ച് നോക്കൂ, അവൾ എത്ര ഗൗരവമുണ്ട്. എൻ്റെയും നിങ്ങളുടെയും കുറവുകൾ നന്നായിട്ടറിയാവുന്നവൻ പടച്ചവനാണ്. അള്ളാഹുവിനോട് നമുക്ക് ഏറ്റുപറയാൻ എളുപ്പമുണ്ട്, എവിടെ വെച്ച് പറഞ്ഞാലും മതി. എന്നാൽ ഞാനും നിങ്ങളും തെറ്റി നടക്കുന്ന ആളുകളോട് ആ കാര്യങ്ങൾ പറയണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ ചെല്ലേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവർ പ്രത്യേകമായി നമ്മൾ വിളിക്കേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. പരിശുദ്ധ റമദാൻ വന്നിട്ടും അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് പോകുന്നില്ല എങ്കിൽ നമ്മൾ എത്ര ഹതഭാഗ്യരായിരിക്കും. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞതായി തുബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം: വഇന്ന അബ്വാബസ് സമാഉ മുർത്തജത്തുൻ ദൂനൽ ഖാത്തിർ റഹം. തീർച്ചയായും ബന്ധം വിച്ഛേദിച്ചവൻ്റെ പ്രാർത്ഥനയ്ക്ക് നേരെ ആകാശ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും, സ്വർഗത്തിൻ്റെ വാതിലുകൾ അടിച്ചു കോർക്കപ്പെടും എന്നാണ് ആ വചനത്തിലൂടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉണർത്തുന്നത്. അപ്പോൾ വളരെ ഗൗരവമുള്ള കാര്യമാണ് പറയുന്നത്. ഖുർആനിലെ 13-ാമത്തെ അധ്യായം സൂറ റഅദിലെ 25-ാമത്തെ വചനത്തിൽ അക്കാര്യം ഒന്നുകൂടി അള്ളാഹുവിൻ്റെ വചനത്തിലൂടെ ആവർത്തിക്കപ്പെടുകയാണ്. വല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖി. അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ ഉറപ്പിച്ച ശേഷം അത് ലംഘിച്ച ആളുകൾ. വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല. കൂട്ടിയിണക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങൾ അതെല്ലാം അറുത്തുമുറിച്ച് കളഞ്ഞ ആളുകൾ. വയുഫ്സിദൂന ഫിൽ അർദ്. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയ ആളുകൾ. ഉലൈക ലഹുമുൽ ലഅന. അത്തരം ആളുകൾക്കാണ് അള്ളാഹുവിൽ നിന്നുള്ള ശാപമുണ്ടായിരിക്കുക. വലഹും സൂഉദ്ദാർ. അത്തരം ആളുകൾക്കാണ് ഏറ്റവും മോശമായ ഭവനം പരലോകത്തുണ്ടായിരിക്കുക. അത് പ്രത്യേകമായി പറഞ്ഞത് വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല. അള്ളാഹു കൂട്ടിച്ചേർക്കാൻ പറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞ ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ചു കളഞ്ഞ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകും എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ടി തയ്യാറാക്കി വച്ചിട്ടുള്ളത് ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മോശമായ ഭവനങ്ങളായിരിക്കും നരകത്തിലെന്നാണ് പറയുന്നത്. എത്ര ഗൗരവത്തോടു കൂടിയാണ് ആയത്തിലൂടെ പറഞ്ഞു തന്നത്. ഇമാം സഅദി വീണ്ടും ആ ആയത്തിനെ വിശദീകരിക്കുകയാണ്. വലാ വസലൽ അർഹാം. കുടുംബ ബന്ധങ്ങളെയാണ് അവിടെ വിച്ഛേദിച്ചു കളഞ്ഞ എന്ന് പറഞ്ഞത്. വലാ അദ്ദുൽ ഹുഖൂഖ്. ജനങ്ങൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങളാണ് അത് കൊടുക്കാത്തതിനെ സംബന്ധിച്ചാണ് അവിടെ പറഞ്ഞത്. ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകമായി പരിഗണിക്കേണ്ടതാണ്. നാലാമതായി വരുന്നത്, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ കർമ്മങ്ങൾ നിഷ്കളങ്കമായിരിക്കണം, അതേപോലെ തന്നെ പ്രവാചക ചര്യകൾക്ക് അനുസൃതമായിരിക്കണം, നമ്മൾ പരസ്പരമുള്ള ബന്ധങ്ങൾ ഊഷ്മളമായിരിക്കണം. നാലാമത്, ഒരു കർമ്മത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ പക്കലുള്ള സമ്പാദ്യങ്ങൾ അത് അനുവദിക്കപ്പെട്ടതായിരിക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അനുവദനീയമായിരിക്കണം. നമ്മൾ കുടിക്കുന്ന പാനീയങ്ങൾ അനുവദിക്കപ്പെട്ടതായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഉടുത്തൊരുങ്ങിയിട്ടുള്ള വസ്ത്രങ്ങൾ അനുവദിക്കപ്പെട്ടതിൽ നിന്നായിരിക്കണം. ഈ ഹലാലിൽ നിന്നല്ലാത്തതാണ് എങ്കിൽ അതൊന്നും സ്വീകാര്യമാവുകയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയാൻ റജുൽ, ഒരാളെ സംബന്ധിച്ച് പ്രവാചകൻ ഉണർത്തുകയുണ്ടായി. യുതീലു സഫർ, ദീർഘയാത്രയിലാണ്. അഷ്അസ അഗ്ബറ, ആ യാത്രയുടെ എല്ലാ ക്ഷീണവും അയാളുടെ ദേഹത്തിൽ കാണാം, തലമുടിയിൽ കാണാം. ആകെ പൊടി വരണ്ടിട്ടുള്ള ഒരു വേഷവും അതേപോലെ തന്നെയുള്ള തലമുടിയുമാണ് അദ്ദേഹം. യമദ്ദു യദൈഹി ഇല സമാ, അയാളുടെ കൈകൾ രണ്ടും ആകാശത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. യാ റബ്ബ് യാ റബ്ബ്, അയാളിങ്ങനെ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പടച്ചോനെ, എൻ്റെ നാഥ, എൻ്റെ രക്ഷിതാവേ എന്നിങ്ങനെ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. പ്രവാചകൻ പറയാണ്,
വമത്അമഹു ഹറാം, അയാൾ കഴിച്ച ഭക്ഷണം ഹറാമിൽ നിന്നുള്ളതാണ്. വമശ്റബഹു ഹറാം, അയാൾ കുടിച്ച പാനീയം ഹറാമിൽ നിന്നുള്ളതാണ്. വമൽബസഹു ഹറാം, അയാൾ ധരിച്ച വസ്ത്രമാകട്ടെ അത് ഹറാമിൽ നിന്നുള്ളതാണ്. വഉദിയ ഫിൽ ഹറാം, ഹറാമിലാണ് അയാൾ ഊട്ടപ്പെട്ടത്. ഫഅന്നാ യുസ്തജാബു ലിദാലിക, അങ്ങനെയാണ് എങ്കിൽ അയാളുടെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് ഉത്തരം നൽകപ്പെടുക? അയാൾ കള്ളു കുടിച്ചു എന്നല്ല പറഞ്ഞത്, അയാൾ പന്നിമാംസം കഴിച്ചു എന്നല്ല പറഞ്ഞത്. അയാൾ കഴിച്ചത് അനുവദിക്കപ്പെടാത്തതും കുടിച്ചത് അനുവദിക്കപ്പെടാത്തതും അദ്ദേഹത്തിൻ്റെ വിഹിതത്തിൽ നിന്നല്ലാത്തതുമാണ് എന്ന് പറഞ്ഞത്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്, നമ്മുടെ പക്കൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഉണ്ടോ എന്നുള്ളത്. അതൊന്നും പരിഗണിക്കാതെ നമ്മൾ രാവിലെ മുതൽ അന്തി വരെ പട്ടിണി കിടക്കുകയും രാത്രി നമസ്കരിക്കുകയും ഖുർആൻ ഓതുകയും അങ്ങനെ നാട്ടിൽ നമ്മൾ നല്ലൊരു മുത്തക്കിയായി ആളുകളുടെ മുമ്പിൽ കണ്ടാൽ ഇയാൾ ഏറ്റവും നല്ല മുത്തക്കിയാണെന്ന് തോന്നുന്ന രീതിയിൽ അങ്ങനെ ഒരു ഭാവാഭിനയം നടത്തിയത് കൊണ്ട് അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ എത്തുകയില്ല എന്നാണ് പറയുന്നത്. അത്രയും ഗൗരവം ഈ പറഞ്ഞ 4 സംഗതികൾക്കുമുണ്ട്. നോക്കൂ നിങ്ങൾ, ഒരു കാലം വരാനുണ്ട്. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെടുകയാണ്, ലയഅതിയന്ന അലന്നാസ്, ജനങ്ങളുടെ മേലൊരു കാലം ഇതാ വരാനിരിക്കുന്നു. സമാൻ ലാ യുബാലിൽ മർഉ, ഒരാളും അന്ന് ഗൗനിക്കുകയില്ല. മിമ്മാ അഖദൽ മാൽ, ധനം സ്വീകരിക്കുമ്പോൾ, ധനം നേടിയെടുക്കുമ്പോൾ, ധനത്തിന് വേണ്ടി അയാൾ അധ്വാനിക്കുമ്പോൾ, അം മിനൽ ഹലാൽ അം മിനൽ ഹറാം, ഇത് ഹലാലാണോ ഇത് ഹറാമാണോ, എനിക്കത് പറ്റിയതാണോ പറ്റാത്തതാണോ എന്ന് ഒരാളും പരിഗണിക്കാത്ത ഒരു കാലം ജനങ്ങൾക്ക് വരാനിരിക്കുന്നുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുകയാണ്. ഇങ്ങനെയുള്ള അവസ്ഥാന്തരങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യുഖ്ബലു ഇല്ലാ ത്വയ്യിബൻ, നിങ്ങൾ നിഷിദ്ധ മാർഗത്തിലൂടെ സമ്പാദിച്ചത് കൊണ്ട് നിങ്ങൾ ദാനം ചെയ്യുന്നു, ആ ദാനം അള്ളാഹ്ക്ക് വേണ്ടതില്ല, പടച്ചവൻ്റെ അടുക്കലേക്ക് ആ കർമ്മം എത്തുകയില്ല. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയാ, വ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീൻ, അള്ളാഹു വിശ്വാസികളോട് കൽപ്പിക്കുന്നു, ബിമാ അമറ ബിഹിൽ മുർസലീൻ, തൻ്റെ പ്രവാചകന്മാരോട് എന്താണോ അള്ളാഹു കൽപ്പിച്ചത് അത് തന്നെയാണ് അള്ളാഹുവിന് വിശ്വാസികളോടും പറയാനുള്ളത്. അതെന്താണ്? ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറ മുഅ്മിനൂനിലെ 51-ാമത്തെ വചനം, യാ അയ്യുഹർ റസൂൽ, അല്ലയോ പ്രവാചകന്മാരെ, കുലൂ മിൻ ത്വയ്യിബാത്ത്, ഏറ്റവും സംശുദ്ധമായത് നിങ്ങൾ ഭക്ഷിക്കുക, വഅമലു സാലിഹൻ, നല്ല സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. സംശുദ്ധമായി തിന്നുക എന്ന് പറഞ്ഞപ്പോൾ മുന്തിയ ഭക്ഷണം കിട്ടുന്നിടത്ത് പോയി വാങ്ങിക്കഴിക്കുക എന്നതല്ല, കഴിക്കുന്നതിൽ വിശിഷ്ടമായിരിക്കണം, അവിഹിതമായതൊന്നും ഉണ്ടാവരുത് എന്നതാണ്. ഈ നിലയിൽ വ്രതത്തിനൊരുങ്ങുന്ന നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും, നമ്മുടെ വ്രതം, നമ്മുടെ നോമ്പ് അല്ലാഹുവിങ്കൽ സ്വീകാര്യമാകാൻ ഈ 4 കാര്യങ്ങൾ എത്ര കണ്ട് സൂക്ഷിക്കുന്നുവെന്ന് നമ്മൾ ആലോചിക്കുക. നമ്മൾ തഖ്വയുള്ളവരായിരിക്കുക, പ്രവാചകചര്യ അനുധാവനം ചെയ്യുക, നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ കൂടുതൽ ഊഷ്മളമാക്കുക, നിഷിദ്ധമായതൊന്നും ഞാനും എൻ്റെ മക്കളും ഭക്ഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയുള്ള നല്ല വിശ്വാസികളിൽ, വിശ്വാസിനികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു ഉസീക്കും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ ദിവസവും നമ്മുടെ വർത്തമാന പത്രങ്ങളും അതേപോലെ തന്നെ ദൃശ്യശ്രാവ്യ മീഡിയകളുമൊക്കെയും നമുക്ക് കൊണ്ടുതരുന്ന വാർത്തകൾ നമ്മെ കൂടുതൽ അമ്പരിപ്പിക്കുന്നതാണ്. രാവിലെ 10 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങുന്ന പത്രം നമ്മുടെ പ്രഷറിൻ്റെ ഗ്രാഫ് കുറേ കൂടി ഉയർത്താനും
ഷുഗർ വല്ലാതെ കൂട്ടാനും ഒക്കെയാണ് അടുത്ത കുറേ കാലങ്ങളായിട്ട് ഉപകരിക്കുന്നത്. പറഞ്ഞു വരുന്നത് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നുള്ള ഒരു വാർത്തയാണ്. കുറ്റകൃത്യങ്ങൾ അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റവും ഉയർന്ന വിധാനത്തിൽ ഇങ്ങനെ പരിലസിക്കുകയാണ്. ഈ ആളുകൾക്കൊക്കെ എന്തു പറ്റി എന്നുള്ളത് പലപ്പോഴും നമ്മെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. എങ്ങനെ ഒരു കുറ്റമുണ്ടാകുന്നു, ആ കുറ്റത്തിന് എത്ര കണ്ട് പരിസരങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, കുറ്റകൃത്യം ചെയ്യുന്ന വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങളും ചുറ്റുപാടുകളും എങ്ങനെയുള്ളതാണ്, ഇതൊക്കെയും നമ്മൾ കൃത്യമായി പഠിക്കണം. എന്തിനു വേണ്ടിയാണ്? അത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാതെ നമുക്ക് നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കാൻ വേണ്ടി. അതിലെടുത്തു പറയേണ്ട ഒരു സംഗതി, ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് യാതൊരു മനസാക്ഷി കുത്തും ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ പറയണം. മറ്റു പലതൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. മദ്യമുണ്ട്, കടമുണ്ട്, കുടുംബവഴക്കുണ്ട് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. പക്ഷെ മനസാക്ഷി കുത്തില്ലാതെ പോകുന്നത് എന്തുകൊണ്ട്? അത് നമ്മൾ ആലോചിക്കണം. 5 പേരെ കൊന്നിട്ട് 23-കാരനായ ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറയും, മച്ചാനെ ഞാൻ സ്റ്റേഷനിൽ പോയി ഒപ്പിട്ട് തിരിച്ചു വരാമെന്നാണ് പറയുന്നത്. എത്ര ലാഘവത്തോടു കൂടിയാണ്. എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നത് പോലെ അത്രയും ലാഘവത്തോടു കൂടി തൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു കുറ്റകൃത്യം ചെയ്തൊരാളെ പറഞ്ഞു പോവുകയാണ്. സ്വന്തം ഉമ്മയുടെ കഴുത്തറത്തിൻ്റെ ചെക്കൻ പറയുന്നത്, എനിക്ക് ജന്മം നൽകിയതിൻ്റെ ശിക്ഷയാണ് ഞാൻ അവർക്ക് കൊടുത്തത് എന്നതാണ്. കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് അത്തരമൊരു കുറ്റകൃത്യത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നാട്ടിലെ നിയമസംഹിതകളുടെ പോരായ്മയായി കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ ഈ എത്ര കുറ്റകൃത്യം ചെയ്താലും, ഞങ്ങളുടെ ആലുവയിലാണ് 5 പേരെ കൊന്നിട്ടൊരു ചങ്ങാതി, അയാളിപ്പോൾ വീട്ടിലുണ്ട്. അയാളുടെ ജീവപര്യത്തൊക്കെ കഴിഞ്ഞ് തൂക്കിക്കൊല്ലാനൊന്നും പാടില്ല എന്ന്. എന്താ മനുഷ്യാവകാശത്തിൻ്റെ ആളുകളും മനുഷ്യസ്നേഹികളും അവരെങ്ങനെ ഉറഞ്ഞു കൊള്ളുകയാണ് അത്തരം ആളുകൾക്ക് വേണ്ടി. അത് ഈ കുറ്റകൃത്യങ്ങളുടെ ഗ്രാഫിന് കൂട്ടുകയുള്ളൂ. ശിക്ഷകൾ, ഇസ്ലാമിക ശിക്ഷയെ പറ്റി നമ്മൾ പറയുമ്പോൾ അതിലെ 3 വിധത്തിലാണ് നമുക്കറിയാം. ആ ശിക്ഷകളുടെ സ്വാഭാവികമായിട്ടുള്ള ഉദ്ദേശം അത് കുറ്റകൃത്യങ്ങളിലേക്ക് ഏർപ്പെടാതെ ഒരു സമൂഹത്തെ പരിരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിലും അന്ത്യനാളിലുമുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കപ്പെട്ട ഒരു സമൂഹം എങ്ങനെയാണ് അറിഞ്ഞും അറിയാതെയും ഒരു കുറ്റകൃത്യത്തിലേക്ക് ഏർപ്പെടുക? റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകനെ, എന്നെ അങ്ങൊന്ന് ശുദ്ധീകരിക്കണം. ഞാൻ എൻ്റെ ദുർബല നിമിഷത്തിൽ ഒരു തെറ്റ് ചെയ്തു പോയി. തെറ്റ് ചെയ്യുക മാത്രമല്ല, തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹം അങ്ങേയറ്റം വേദനിക്കുകയാണ്. ഇനി അവിടെ നിന്ന് കിട്ടുന്ന ശിക്ഷ അനുഭവിച്ചാലേ ഈ വേദനയ്ക്ക് ഒരു അറുതി ഉണ്ടാവുകയുള്ളൂ. പ്രവാചകൻ എത്രമേൽ അവരെ തിരിച്ചയക്കുന്നുണ്ട്. എൻ്റെ ഉദരത്തിൽ വളരുന്ന കുട്ടി കുറ്റം ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആ കുട്ടിയെ ശിക്ഷിക്കാൻ ഒരുക്കമല്ല. അവൾ ഗർഭിണിയാകുന്നു, പ്രസവിക്കുന്നു, കുട്ടിയെ പാലൂട്ടുന്നു, എല്ലാം കഴിഞ്ഞ് വീണ്ടും വീണ്ടും വരികയാണ്. മനസാക്ഷി കുത്ത് എന്ന് പറയുന്നത് അതവിടെയാണ്. എന്നാൽ നമ്മൾ കണ്ടുവരുന്ന സമൂഹത്തിൽ അതില്ല. രണ്ടാമത്, ഇസ്ലാമിക ശിക്ഷാ സമ്പ്രദായം എന്ന് പറയുന്നത് മാതൃകാപരമാണ്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് മാത്രമല്ല, സമൂഹത്തിന് ഒന്നടങ്കം ഇനി മേലിൽ അത്തരമൊരു കുറ്റകൃത്യങ്ങളിലേക്ക് എത്തി നോക്കാനുള്ള ത്രാണി പോലും ഇല്ലാത്തവരായി സമൂഹത്തെ രക്ഷപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, യാദൃച്ഛികമായി സംഭവിച്ചു പോകുന്ന കുറ്റകൃത്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാനും മാപ്പാക്കാനും ഒക്കെ അതിൻ്റെ അവകാശികൾക്ക് അതിനുള്ള അവസരം നൽകുന്നു എന്നുള്ളതാണ്. ഒരു ബന്ധമില്ലാത്ത പ്രസിഡന്റിനല്ല ആ അവകാശം ഇസ്ലാം കൊടുക്കുന്നത്. ഉത്തരവാദപ്പെട്ട ആളുകളെ ഏൽപ്പിക്കുന്നു. നിങ്ങളാണ് നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട ആളുകൾക്കുള്ള നഷ്ടപരിഹാരങ്ങൾക്ക് മാപ്പ് നൽകണോ വെറുതെ വിടണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. എത്ര മാതൃകാപരമാണ്! എന്തുകൊണ്ടതൊരു ചർച്ചയിലേക്ക് വരുന്നില്ല? ഇതിനൊക്കെ പുറമെ ഇസ്ലാമിക ശിക്ഷാ സമ്പ്രദായത്തിൻ്റെ പ്രത്യേകത അത് സമൂഹത്തിൻ്റെ സ്വൈര്യതയ്ക്ക് അനിവാര്യമാണ് എന്നതാണ്.
ആ ശിക്ഷകളെ മൂന്നായി തിരിക്കുകയാണ്. ഒന്ന് ഹുദൂദുകളാണ്, നിർണിതമായി ഖുർആനിലും സുന്നത്തിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കൂ നിങ്ങൾ, വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിഹുമാ, കള്ളന്റെയും കള്ളിയുടെയും കട്ടെടുത്തവന്റെയും കട്ടെടുത്തവരുടെയും കൈകൾ നിങ്ങൾ ഛേദിക്കുക. ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറ മാഇദയിലെ 38-ാമത്തെ വചനം. അതേപോലെ അപവാദം പറഞ്ഞുണ്ടാക്കുന്ന ആളുകൾ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അപവാദ പ്രചരണത്തിൻ്റെ വലിയൊരു ക്യാൻവാസ് ആണത്. ആർക്കും ആരെപ്പറ്റിയും എഴുതാം, അവിടെ ആരും ചോദിക്കാനില്ല എന്ന അവസ്ഥയാണ്. എന്നാൽ അള്ളാഹു 24-ാമത്തെ അധ്യായം സൂറ നൂറിലെ 4-ാമത്തെ വചനം, വല്ലദീന യർമൂനൽ മുഹ്സനാത്തി സുമ്മ ലം യഅ്തു ബിഅർബഅത്തി ശുഹദാ, ഒരു സദ്വൃത്തയായ സ്ത്രീയെ സംബന്ധിച്ച് അപവാദം പറയുകയും എന്നിട്ട് താൻ പറഞ്ഞ വാദത്തിന് പിൻബലമായി 4 സാക്ഷികളെ കൊണ്ടുവരാത്തവനെ ഫജ്ലിദൂഹും 80 ജൽദത്തൻ, അവരെ ആ 3 പേരെയും 80 അടി വീതം അടിക്കുക. വലാ തഖ്ബലു ലഹും ഷഹാദത്തു അബദ, അവരുടെ സാക്ഷ്യം, അവരെ നിലാവ് കണ്ടെന്ന് പറഞ്ഞാൽ മാത്രമല്ല ഒരു സംഗതിക്കും അവരുടെ സാക്ഷ്യം പിന്നീട് സ്വീകാര്യമല്ല. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തന്നെയാണ് തെമ്മാടികൾ എന്ന് പറയാം. ഒരാളുടെ അന്തസ്സിനും അയാളുടെ അവകാശങ്ങൾക്കും ഇസ്ലാം നൽകുന്ന പ്രത്യേകമായ പരിരക്ഷയാണ്. രണ്ടാമത് പറയുന്നത് ഖിസാസാണ്, കണ്ണിന് കണ്ണ് മൂക്കിന് മൂക്ക് എന്നുള്ള ഇസ്ലാമിക നയം. ഒരാളെ കൊന്നുകളഞ്ഞാൽ കൊല്ലപ്പെട്ടവനും ആ ശിക്ഷയ്ക്ക് വിധേയമാകണമെന്ന് അത് പറഞ്ഞെടുത്ത് ഖുർആൻ പറഞ്ഞു. 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 179-ാമത്തെ വചനം, വലക്കും ഫിൽ ഖിസാസ്, ആ പ്രതിക്രിയയിൽ നിങ്ങൾക്കുണ്ട് ഹയാത്തുൻ, എന്താണുള്ളത്? ജീവന്റെ നിലനിൽപ്പ്, ജീവത്തിന്റെ സ്വൈര്യവിഹാരത്തിന്റെ നിലനിൽപ്പടങ്ങിയത് അവിടെയാണ്. യാ ഉലിൽ അൽബാബ്, അല്ലയോ ബുദ്ധിമാന്മാരെ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നില്ലേ? എത്ര വൃത്തിയായിട്ടാണ് അല്ലാഹു ഇത് പറഞ്ഞത്. കൊലയാളിയായ മനുഷ്യൻ അങ്ങാടിയിലൂടെ നെഞ്ചം വിരിച്ച് നടക്കുമ്പോൾ സമാധാന ജീവിതം കാംക്ഷിക്കുന്ന ആയിരങ്ങൾ ഭയവിഹ്വലരായി പോകും. ഒരു സംശയം വേണ്ട, അത്തരം എല്ലാ സംഗതികളെയും നിരാകരിക്കുകയാണ്. മൂന്നാമത് പറഞ്ഞ തഅ്സീറാണ്, പുതിയ പുതിയ കുറ്റകൃത്യങ്ങൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇല്ലാത്തത് യോഗ്യന്മാരായിട്ടുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള ന്യായാധിപന്മാർ അന്വേഷിക്കുകയും പഠിക്കുകയും തീരുമാനം കൽപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ സമ്പ്രദായങ്ങൾ തീർച്ചയായും പുതിയ കാലഘട്ടത്തിൽ അനിവാര്യമായും ഉണ്ടാകണമെന്ന് ഏതൊരു സമാധാനകാംക്ഷിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ആ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനും ജീവിതത്തിൽ അത് പരിവർത്തനത്തെ സൃഷ്ടിക്കാനും ഞാനും നിങ്ങളും പ്രേരണയാവുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.